എന്റെ മോൻ തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ് ഇന്ന് ഞാൻ തിരിച്ച് ഡൽഹി പോവുകയാണ്. ഇന്ന് എൻ്റെ മമ്മിയുണ്ട്, പപ്പതേ ആ കാറിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. പപ്പയ്ക്ക് നാണമാണ്. തിരിച്ച് ഡൽഹി പോകുന്നു. പിന്നെ ഡൽഹി പോകുന്നതായിരിക്കും ഇനി 3 ദിവസത്തെ ഒരു ഡൽഹി യാത്ര ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. തീറ്റ ഉറക്കം ഇതൊക്കെ ആയിരിക്കും മെയിൻലി പരിപാടികൾ. എനിക്ക് എന്താണ് ഞാൻ പോകുന്ന കുറിച്ച് പറയാനുള്ളത്? പോണതിനെ കുറിച്ച് സങ്കടമുണ്ട്, എന്നാലും അവന്റെ ഭാവിക്ക് വേണ്ടി അവൻ പഠിക്കാൻ പോയല്ലേ. അയ്യോ പോണെന്ന് മോട്ടിവേഷൻ സ്പീച്ച് പറയണ കണക്കായി പോയത്. ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. വെയില് പിതാശ്രീനെ കാണിച്ചു തരാം. പപ്പ ഹലോ ഓൺ ദ വേ ആണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി കാണാം. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ എത്തി. അന്തം വിട്ട് നിൽക്കുന്ന എന്താ? എന്നിട്ട് അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. ഞങ്ങൾക്ക് 2ലേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ ഈ സാമഗ്രികളൊക്കെ ആയിട്ട് ഇനി പ്ലാറ്റ്ഫോം നമ്പർ 2-ലെത്തണം. ഇവിടെ അന്തമില്ലാണ്ട് നടക്കുന്നുണ്ട്. എന്നെയും പപ്പേനോട് ഇട്ട് മമ്മി അങ്ങോട്ടോ പോയി. അപ്പം മമ്മി അങ്ങ് ദൂരെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് വലിയ ആളായിട്ട്. ഇതെന്താ? ഭയങ്കര ഭാരിച്ച കാര്യമാണ്. എനിക്ക് തന്നിട്ട് പോയി. കണ്ട പ്രാരബ്ധമാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 2-ലാണ്. ലഗേജൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. സമയം 11:15. 12 മണിക്ക് എത്തും. മമ്മിയും പപ്പയോടെ വെറുതെ കുത്തിരിക്കുന്നു. മമ്മി ആരോ വലിയ കാര്യമായിട്ട് വിളിക്കുക. ബിസിനസ് മാഗ്നറ്റ്. രണ്ടുപേരും ഫോണിൽ എന്തോ അഗാധമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി ഫോൺ വിളിക്കുന്നു. അത് അഭിനയിക്കണോ? ഫോൺ ഉണ്ടോ? അത് അഭിനയിക്കുകയാണോ? ആരെയാ? സുദേശിനെ വിളിക്കുന്നു. ഇനി ട്രെയിൻ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓടുന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഓടുന്ന സീനുകളൊക്കെ ഉണ്ടാവും. പറയാം ബാഗ് എടുത്ത് ഓടല് പിടിക്കല് അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ട്രെയിൻ വരുന്നുണ്ട്. മിക്കതൊരു ഓട്ട മത്സരം കാണാൻ പറ്റും പപ്പയുടെ വക. ഞാൻ പോണ്. ടാറ്റ. കരച്ചിലില്ല. ഒരു കരച്ചിൽ വേണ്ട ആണല്ലോ. കരയാണ്ട് പിടിച്ചേക്കണ നോക്ക് വലിയ ആള്. Meanwhile, നമ്മൾ ട്രെയിൻ എടുക്കാൻ പോവാണ് ഗൈസ്. 10:30 ട്രെയിൻ. 1 hour later. ഗൈസ് അപ്പൊ തൃശ്ശൂർ എത്തി. ആൽബിനെ കയറ്റാൻ പോവാണ് ഗൈസ്. ആൽബിനെ തപ്പി നമ്മൾ തല വെളിയിലിടണം. ഞങ്ങളുടെ M2 ആണ്. 3-4 തലകൾ ഇപ്പോൾ കാണാം. കണ്ട A2 അല്ല, എൻ്റെ M2 ആ. തല വെളിയിലിട്ട് നിൽക്കുന്നു ആൽബിനെ കാത്ത്. അയ്യോ കാണാനില്ല. ദേ നിൽക്കുന്നത് എല്ലാം കൂടി തല പുറത്തിട്ടിട്ട്. എല്ലാം പുറത്തിട്ട് നിൽക്കുന്നത്. ടാറ്റ. കരച്ചിലില്ല. ഇവിടെ ചെടി ഡീലിംഗ് ആണ്. രണ്ടുപേരും ചെടിയുടെ ഡീലിങ്ങിലാണ്. കള്ളക്കടത്താണ്. ട്രെയിൻ എടുക്കാറായിട്ടില്ല. എന്റെ മോനെ റംബൂട്ടാൻ എടുത്തില്ല. അത് പറിച്ചളഞ്ഞു. മറ്റേ പറിച്ചളഞ്ഞെന്ന്. ഇത് അങ്ങനെ നടയത്തില്ല. അടുത്താണ് ഡോണ മര്യാദ. അത് പറിച്ചെടുക്കണില്ല.
എന്റെ പൊന്ന റെയിൽവേക്കാർക്ക് CCTV ഉണ്ട് ഇവിടെ. കുഴപ്പമില്ല കുഴപ്പമില്ല. എവിടെ അത് രണ്ട് മാത്രം എന്താ പഠിപ്പന്നെ ട്രെയിനിൽ കയറുമ്പോ പഠിപ്പിന്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതേ അടുത്തത് രണ്ടും കൂടി തല്ല ഇവിടെ. അടി അടി ഡോണെ അടി ഡോണെ അടി. ഞാൻ അജു മരിച്ചു. ഇതെന്താണ് ഹമ്പോ? ആപ്പിളല്ല പൈനാപ്പിളാണ്. വിശന്ന് അണ്ടം കെട്ടി ചോറ് കഴിക്കാൻ തുടങ്ങി എല്ലാരും. പൊതിച്ചോറാണ് കണ്ടില്. പൊതിച്ചോറ് പാത്രത്തിലാക്കി. ചിക്കൻ 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 മോര് ഓണേ ആർത്തി മൂർത്തി പ്രാന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇല ബാക്കി വെച്ചേക്കണോട്ടാ. ഇവന്റെ ഇലക്ക് ചോർച്ചുണ്ട്. ബിരിയാണി, നാടൻ ചോറ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് നിനക്ക് എത്ര ബാഗ് ഉണ്ടടാ? ഇല വടിച്ചേടാ. ഇതൊരു വറ്റൂല കാണി തിന്നടാ. അയ്യോ ഒരു വറ്റൂല കാണി തിന്നടാ. കേറിടാ വണ്ടിയില്. കണ്ട ഫുഡ് വേസ്റ്റ് ചെയ്തത്. ഡോണേ ഈ വണ്ടി പോയി, ഈ വണ്ടി വിട്ടു. ഇതാണ് നമ്മുടെ ആൽബിന്റെ പെടലിയിൽ വെക്കണ സാധനമാണ് ഇത് ഗൈസ്. റൈറ്റില് അച്ചാച്ച കിടന്നു. അമ്മാമ്മ ഇപ്പൊ കിടക്കും. കഴിച്ചു കഴിഞ്ഞാല് ഉറക്കം നിർബന്ധ ഈ വീട്ടില്. അച്ചാച്ചൻ, മൂത്ത അച്ചാച്ചൻ, മൂത്ത വല്യമ്മ, ഇത് കാൽഷ്യം ഇല്ലാത്ത കുട്ടി, എല്ലാരും മയങ്ങാൻ കിടന്നു. രണ്ടും കിടക്കണം. രണ്ടും കൂടി കിടക്കണോക്ക് നോക്കിട്ട്. രണ്ടും ഒരേ ഫ്രെയിമിൽ ഒരേ മാതിരി. രണ്ടും ചെവിട്ടില് പ്രൈവസി കർട്ടനൊക്കെ ഉണ്ട്. നിന്റെ കർട്ടനൊക്കെ പ്രൈവസി കർട്ടനൊക്കെ ഉണ്ട്. മറ്റേ സ്കിൻ കെയർ ഒക്കെ മറ്റേ റിബൺ ഒക്കെ വെക്കില്ലേ? റിബൺ ഇല്ലാത്ത കാലത്തേക്ക് ഒരുത്തരം ഇവിടെ റീൽ വേറെ നെറ്റ് കിട്ടിയതുകൊണ്ട് സന്തോഷം. ഇപ്പോ തിരൂർ തുറന്നങ്ങ് പോത്. എമർജൻസി എക്സിറ്റ് ആണ്. അവിടെ അങ്ങ് പോന്നീ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിന് ചിരിക്കാണ്. മരിച്ചത് പുതിയൊരാളെ കിട്ടി. ആയി അവിടെ ഒരു വീട്ടുകാരുണ്ട്. അപ്പൊ എല്ലാം കൂടി ചക്ക വറുത്തലുണ്ട്. സമയം എന്തായി? സമയം 4 മണി. 4 മണി ആയിരിക്കും ചക്ക വറുത്ത് തന്നെ. കുറെ ചക്കകൾ എനിച്ചുണ്ട്. വേണ്ട. ഓ ഹിന്ദി മാല മാല. ഓ കിടന്ന് തിന്നുന്നു. ലൈഫ് എന്നെ ചക്ക. അയ്യോ പോയി. ഗൈസ് എനിക്ക് പെടലി വയ്യായിക്കൊന്നുമില്ല, പക്ഷെ കിടക്കാൻ പറ്റും. അപ്പോഴാണ് എനിക്കൊരു കുഷിയൊക്കെ കിട്ടിയത്.
ഡീറ്റെയിലാണ്. തുമ്പിക്കൈനെ കൊണ്ട് തുമ്പിക്കായി പിടിച്ചോ. കാണാനില്ലേ? കണ്ടു. ഒരുത്തൻ ചായ കുടിക്കുന്നു. സപ്തപുരുഷന് പൃഥ്വിരാജ്. മറ്റേതാ പാല്. ഇവിടെ ഞാൻ ഇന്ന് ഇറക്കി പാമ്പ്. അയ്യോ അങ്ങനെ പറയല്ലേ. ഒരുത്തിവിടെ സുഖവാസമാ ലൈഫ് തന്നെ. മരിച്ചു വരുത്തി. എടാ കുറച്ച് ചായ മുഖത്ത് കളിക്കി. വ്യൂ ഒക്കെ കണ്ട് കിടന്ന് കുടിക്കുക. ചായ ഇവിടെ കിടക്കണം. നല്ല വ്യൂ പുറത്തും. എടാ എന്റെ ചായ എല്ല് പോലെ പോയത്. ഇങ്ങനെ പോണേ ഇങ്ങനെ. ചൂട്. സമയം രാത്രി 8 മണി. ഇവിടെ എല്ലാരും ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇതേർത്താണ് അച്ചാച്ചൻ അവിടെ ബിസ്ക്കറ്റ് വെച്ചിരുന്ന് തിന്നുന്നത് കാണുന്നു. അതടുത്തത് ഒരാളിത് അവിടെ കരാറായിട്ട് എടുത്തിരിക്കുന്നു. കൂട്ടിലിട്ട കുറങ്ങനെ മാതിരി. മച്ചാച്ചക്കല്ല. സുഖല്ലേ? സിനിമയും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ആണുണ്ടല്ലോ ഉറങ്ങിയത്. 3 മിനിറ്റത്തേക്ക് ഉറങ്ങാൻ കിടന്നതാ. ചോറ് കഴിക്കാൻ സമയം 8:30. അപ്പൊ 3 മിനിറ്റ് ഉറക്കാതെ വെച്ചു. ഇവിടെ എന്തോ കാട്ടുണ്ട് കാര്യമായിട്ട്. ഇത് സോംബി പടത്തിന്റെ കഴുത്തൊടിഞ്ഞു. 8:30 ഫുഡ് കഴിക്കാൻ പോയിക്കാൻ വന്നതാണ്. കറക്റ്റ് 8:30 1 മിനിറ്റ്. ഷാർപ്പ് ടൈമിംഗ്. ഹലോ കത്തോ ഗുജറാത്ത്. എല്ലാവരും ഇവിടെ സോറി എൻ്റെ ചിക്കൻ ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു കൈനീട് ഇരിക്കണ മാതിരി കഴിക്കുന്നത്. ഇവിടെ പ്ലേറ്റ് ഒക്കെ സെറ്റപ്പ് ആക്കി ഇരിക്കുന്നു. ഞാൻ കൈതി മാറി റോളർച്ചിലോട്ടായി. എല്ലാരും മൃഗത്തിന്റെ മാതിരി യുദ്ധക്കളം ഇവനിരിക്കണ നോക്കി. ഇവന് സ്വന്തമായിട്ട് കാർഡുണ്ട്. കാർഡ് മറ്റേതാ കയ്യുണ്ട്. ആലോചിക്കട്ടെ പേര് പറഞ്ഞു. ചന്ദനം കടത്തന ആളുടെ പേര് വീരപ്പനെ പെട്ടെന്ന് വീരപ്പനല്ലേ പൈസക്കാരൻ. ശിവനതല്ല, വീരപ്പന്റെ ബന്ധു പോലും നിന്നിട്ട് തമിഴ്നാട് പ്രയാണം. ഡോൺ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു. പിന്നെ തമിഴ്നാട് മൂക്കില് പഞ്ഞി രണ്ട് പഞ്ഞി മേക്കപ്പിന് സുന്ദരിയാവുന്നു. ബ്യൂട്ടീഷ്യൻ സ്കിൻ കെയർ ചെയ്യുന്നു. സ്കിൻ കെയർ വിത്ത് ഡോണ. ഡോണ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സ്കിൻ കെയറിന്റെ? പരിയേക്ക് മോഹം കഴിയണം പോയി. അത് ചെയ്തില്ലല്ലോ. ഞാൻ പിന്നെ
മണക്കാൻ പോയതാണ്. ആണോ അത് പറഞ്ഞപ്പോഴേ മടക്കാൻ പോയതാ എന്ത് മടക്കി ശരി, അപ്പൊ ഡോണയുടെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്ക് ഉറങ്ങി നാളെ എണീക്കാം. അതുവരേക്കും ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഏ